ആളുകളുടെ മുമ്പിൽ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും അഭിനയിച്ചോ. നിങ്ങൾ തമ്മിൽ പ്രേമത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്തൊക്കെയാ സ്വപ്ന പറയുന്നത്? വേണ്ട മഹിമേ, സ്വപ്ന നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. അവളെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മൾ വെറുതെ അഭിനയിക്കാൻ നിൽക്കണ്ട. നീ ഒന്നും പറയണ്ട, ഞങ്ങൾ സംസാരിച്ചോളാം. ഇതിൽ കൂടുതൽ സംസാരിക്കാൻ നിന്നാലേ നിന്റെ തനി സ്വരൂപം നാട്ടുകാരെല്ലാരും കാണും. ഇവിടെ ദേഷ്യപ്പെടുന്ന എല്ലാവരും കാണുന്ന ഞാൻ ഉദ്ദേശിച്ചത്. അതെനിക്ക് മനസ്സിലായി. ഇവൾക്ക് മൂക്കിന്റെ അറ്റത്താണല്ലോ ദേഷ്യം. എന്തായാലും നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് സമ്മതിച്ചല്ലോ, എനിക്കത് മതി. പക്ഷേ ഇവനെ വളച്ചെടുത്ത സ്ഥിതിക്ക് ഇനി മുകുന്ദന്റെ കാര്യത്തിൽ നീ എന്താ ചെയ്യാൻ പോകുന്നത് മഹിമേ? ഇവൾക്കേ മുകുന്ദനോട് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അവൻ ഇവളുടെ പുറകെ കുറെ നടന്നതാ. പിന്നെ കാശും സൗന്ദര്യവും പഠിപ്പുള്ള ഒരാളെ കിട്ടുമ്പോ ഇവള് മുകുന്ദനെ തിരിഞ്ഞു നോക്കോ? വിട്ട് കളഞ്ഞു അല്ലേ? അല്ല, അതിനിപ്പോൾ കുറ്റം പറയാൻ പറ്റുമോ? പെൺകുട്ടികൾ എപ്പോഴും കൂടുതൽ സാമ്പത്തിക ഭദ്രതയുള്ള പയ്യന്മാരെയല്ലേ തെരഞ്ഞെടുക്കൂ. മുകുന്ദനെ പോലൊരു തോൽവിയെ തെരഞ്ഞെടുക്കാത്തതിന് ഇവളെ കുറ്റം പറയാൻ പറ്റുമോ? അല്ലേ മോളെ? ഒന്ന് പിടിക്കൂ. എക്സ്ക്യൂസ് മീ, ഐ ഹാവ് ടു ടേക്ക് ദിസ് കോൾ. ഞാൻ പറയടാ. മുകുന്ദന്റെ കാര്യം അറിഞ്ഞാലെങ്കിലും അവ ഒന്ന് കൊലുങ്ങൂന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇവൻ നിനക്ക് വേണ്ടി ഒറ്റക്കാലിൽ നിൽക്കുവാണല്ലോ. നീ ഇതിനു വേണ്ടി എന്ത് കൂടോത്ര ചെയ്ത മോളെ? മുകുന്ദനെ വിട്ട് സഞ്ജുവിനെ പ്രേമിച്ചതിന് നീ എന്നെ എന്തുമാത്രം കുറ്റാ പറഞ്ഞ്. എന്നിട്ടിപ്പൊ നീ ചെയ്യുന്നതോ? നിർത്ത്. കൊറേ നേരമായല്ലോ, ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. അപ്പൊ അവൻ പറഞ്ഞതോ? അവന് മനസ്സിൽ തോന്നിയതാ അവൻ പറഞ്ഞത്. എനിക്ക് അവനോട് അങ്ങനെ ഒരു ഇഷ്ടമില്ല. അതെന്താ ഇല്ലാത്തത്? അവനൊരു പുളിങ്കൊമ്പാണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ? മുകുന്ദനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും അവൻ നിന്നെ തന്നെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. ഇതുപോലൊരു പയ്യനെ കിട്ടാനേ നീ തപസ്സിരിക്കണം. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേ നീ എടുത്തോ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഇവൻ വളയണ്ടേ. ഞാനിവിടെ വരുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവളുടെ മുഖമൊന്ന് കാണണമായിരുന്നു. ആ, ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ട് വിളിക്കാം. ബിബിൻ മോനായിരുന്നു. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. നീ എന്തിനാ സ്വപ്നയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? ഇതൊക്കെ ഒരു തമാശയല്ലേ മോളെ? അവള് നമ്മൾ തമ്മിൽ പ്രേമത്തിലാണെന്ന് വിചാരിച്ച നിനക്കെന്താ?